ബോച്ചയും ബൈബിളും അധികമാരും പരിഗണിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു ദൃഷ്ടികോണത്തിലേക്ക് അല്ലെങ്കിൽ സാഹചര്യങ്ങളെ വിലയിരുത്തുവാൻ ഉപയോഗിക്കാവുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ബോച്ചെ പരക്കെ പരാമർശത്തിന് വിധേയമായി നിൽക്കുന്നു. എനിക്ക് മാധ്യമലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കുന്നതിൽ യാതൊരു താല്പര്യവുമില്ല. അതിൽ ഞാൻ അർത്ഥം കാണുന്നില്ല. എന്നാൽ ബോച്ചയുടെ അവസ്ഥ വളരെ വിലയേറിയ തിരിച്ചറിവുകളിലേക്ക് വാതിൽ തുറക്കുന്ന ഒരു സംഭവമാണ് എന്ന് ഏവരെയും ഞാൻ സാദരം അറിയിച്ചുകൊള്ളട്ടെ. അത് തിരിച്ചറിയണമെങ്കിൽ അതിനുതകുന്ന ഒരു സമീപന രീതി, കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഈ സാഹചര്യത്തെ ആകമാനമായി മനസ്സിലാക്കുന്ന വിധം കൈവരിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതിലേക്കുള്ള ഒരു ചെറിയ സംഭാവന എന്ന വിധത്തിലാണ് ഞാൻ ഈ വീഡിയോ വിഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബോച്ചയുടെ അവസ്ഥയെ കാണുന്നതിന്, അതിൻ്റെ ആത്മീകമായ വശങ്ങളുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്നതിന്, ഉണ്ടെങ്കിൽ മനസ്സിലാക്കുന്നതിന് വേദപുസ്തകപരമായ ദർശനം എപ്രകാരം സഹായിക്കുന്നു എന്നതാണ് അല്പം സാഹസികമായ ഈ അന്വേഷണത്തിൻ്റെ രക്തചുരുക്കം. ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ വേദപുസ്തകപരമായ പരാമർശങ്ങൾ ഉപയോഗിച്ച് ഈ ഒരു അന്വേഷണം നടത്തുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നതായിരിക്കും. ആദ്യമായി ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഏവർക്കും സുപരിചിതമായ ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സഖായി എന്നാണ്. സഖായി എൻ്റെ കാഴ്ചപ്പാടിൽ ബോച്ചയുടെ ഒരു 2000 വർഷത്തെ മുൻപിലത്തെ അവതരണമാണ്. ബോച്ചയും സഖായിയും തമ്മിലുള്ള സാമ്യം, സിമിലാരിറ്റി, അവർ രണ്ടുപേരും ഭൗതികമായ സമ്പത്തിനെ അന്വേഷിച്ച് അത് സമ്പാദിക്കുന്നതിന് വേണ്ടി ഏത് മാർഗവും ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഈ ലോകത്തിലെ നേട്ടങ്ങൾ മാത്രമാണ് വിലയേറിയത്, അതുണ്ടെങ്കിൽ എല്ലാമായി എന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി അവരുടെ കഴിവുകൾ മുഴുവനും ഉപയോഗിച്ച് അധ്വാനിച്ചതുകൊണ്ട് വലിയ നേട്ടങ്ങൾ പ്രാപിച്ചവരുമാണ്. അങ്ങനെയുള്ള സഖായി ഒരു ദിവസം നസ്രയനായ യേശു തൻ്റെ പട്ടണത്തിൽ കൂടെ കടന്നു പോകുന്നുവെന്ന് കേട്ട് അവനെ ഒരു നോക്ക് കാണുവാനായി കാട്ടത്തിമേൽ കയറിയിരുന്നു എന്ന് നാം വായിക്കുന്നു. ബോബി ചെമ്മന്നൂരും കാട്ടത്തിമേൽ അല്ലെങ്കിൽ മരത്തിൽ കയറുവാൻ കഴിവുള്ള വ്യക്തിയാണ്. ഞാൻ ബോബി ചെമ്മന്നൂരിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച പോലും ആയിട്ടില്ല. അതുവരെ ബോബി ചെമ്മന്നൂർ ആരാണെന്ന് പോലും എനിക്കറിയാൻ വയ്യായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്താറില്ല. അതുകൊണ്ട് തന്നെ അതെൻ്റെ ഒരു കുറവാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഞാൻ ബോബി ചെമ്മന്നൂരിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ എനിക്ക് മനസ്സിലാകുന്നു, അദ്ദേഹം സാധാരണക്കാരിൽ നിന്ന് അല്പം വേറിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അത് നല്ലതാകാം, തീയതാകാം. അപ്പോൾ ചില കഴിവുകൾ അദ്ദേഹത്തിലുണ്ട്, അതിന് യാതൊരു സംശയമില്ല. അദ്ദേഹം വിജയിച്ചത് ചുമ്മാതെ വിജയിച്ചതല്ല, അല്പം കഴിവുണ്ടായിട്ട് തന്നെ വിജയിച്ചതാണ്. ഈ വിജയമെന്ന് പറയുന്നത് ഭൗതികമായി നോക്കുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള വിജയങ്ങൾ പരാജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിരിക്കാം. അങ്ങനെ ആകാതിരിക്കട്ടെ ആരുടെയും അനുഭവത്തിൽ. പക്ഷേ ഈ ലോകത്തിൽ അങ്ങനെയാണ് ബഹുഭൂരിപക്ഷവും നാം കാണുന്നത്. ഹിറ്റ്ലറുടെ വിജയമാണ് അദ്ദേഹത്തിൻ്റെ പരാജയത്തിലേക്ക് വഴി തെളിച്ചത്. അങ്ങനെ അനേക സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ അറിയാൻ കഴിയും. അപ്പോൾ പണ്ട് ഒരു സിനിമാ പാട്ട് പറഞ്ഞതുപോലെ, കളിയും ചിരിയും
വിടരും നാളുകൾ കഥനത്തിലേക്കുള്ള യാത്രയല്ലേ. അതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. ഈ ലോകത്ത് പലരും പരാജയപ്പെടുന്നത് അവർ വിജയിക്കുന്നത് കൊണ്ടാണ്. ഈ ലോകത്തിൽ പലരും ദരിദ്രരായി പോകുന്നത്, മാനുഷികമായ വിധത്തിൽ ദരിദ്രരായി പോകുന്നത് അവർ സമ്പന്നരായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ സമ്പന്നർ എന്ന വാക്ക് അതിൻ്റെ അർത്ഥം അത് പകുതി ഇംഗ്ലീഷും പകുതി മലയാളമാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. സം എന്ന് പറഞ്ഞ ചിലർ, സമ്പന്നന്മാർ, ചില പന്നന്മാർ ആണോ, അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെയല്ല. അങ്ങനെ ഭാഷാപരമായ വിവേകമില്ലാത്ത എനിക്കിങ്ങനെ തോന്നാറുണ്ട്. സമ്പന്നന്മാർ, ആ സമ്പന്നന്മാരിൽപ്പെട്ട ഒരാളാണ് ഇപ്പോൾ ബോബി ചെമ്മനൂർ എന്നാണ് പലരുടെയും ഭാഷ്യം. ഞാൻ നിങ്ങളുടെ ലേബലുകളിൽ വിശ്വസിക്കുന്നില്ല. മനുഷ്യൻ ഒരു പച്ച യാഥാർത്ഥ്യമാണെന്നും ആ യാഥാർത്ഥ്യത്തിൽ വെളിച്ചവും ഇരുട്ടും ഒന്നുപോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും, അല്ലെങ്കിൽ യേശുവിൻ്റെ ഉപമയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വയലിൽ ഗോതമ്പും കളയും ഒരുമിച്ച് വളരുന്നതാണ് എന്നും, ഗോതമ്പിനെ സ്വീകരിക്കുകയും കളയെ തള്ളിക്കളയുകയും ചെയ്യാനുള്ള വിവേചന ബുദ്ധി മനുഷ്യൻ ആർജിക്കേണ്ടതാണ് എന്നുമാണ് എൻ്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് യേശുവിൻ്റെ ദർശനത്തിൽ നിന്ന് മാത്രം ഞാൻ പ്രാപിച്ചതാണ് എന്നീ സമയത്ത് സവിനയം പ്രസ്താവിച്ചു കൊള്ളട്ടെ. അപ്പോൾ കാട്ടത്തിമേൽ കയറി യേശുവിനെ ഒരു നോക്ക് കാണുവാൻ തത്രപ്പെട്ട സഖായി, എന്നാൽ ബോക്ഷയുടെ നാളുവരെയുള്ള അവസ്ഥയിൽ അങ്ങനെ കാട്ടത്തിമേലൊന്നും കയറാതെ അദ്ദേഹം സ്റ്റേജിൽ കയറി യേശുവിനെ കാണുന്നതിന് പകരം ഹണി റോസിനെ കണ്ടു, അല്ല അതുപോലുള്ള ആളുകളെ കണ്ടു, അല്ലെങ്കിൽ എന്നെ 1000 പേര് 10,000 പേര് കാണണം, ഇങ്ങനെ ഇവിടെ ലോകത്തിൻ്റെ മിഥ്യാപരമായ ധാരണയിലും അഭിരുചിയിലും അദ്ദേഹം തങ്ങി നിൽക്കുന്നു. ഏതായാലും നമുക്ക് അല്പം കൂടെ സഖായിയെ ഒന്ന് പരിഗണിച്ചിട്ട് ബോച്ചയിലേക്ക് മടങ്ങി വരും. ഇപ്പോൾ ബോച്ചയോട് യേശു പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു നിർദ്ദേശമുണ്ട്. എന്താണ്? സഖായിയെ വേഗം ഇറങ്ങി വാ. സഖായിയെ വേഗം ഇറങ്ങി വാ. നിൻ്റെ ജീവിതത്തിൽ അർത്ഥവത്തായ ഒരു മാറ്റം വരണമെന്ന് നീ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഇപ്പോഴിരിക്കുന്ന കൊമ്പിൽ നിന്ന് ഇറങ്ങി വന്നേ മതിയാകുകയുള്ളൂ. നിൻ്റെ ധാരണയിൽ നീ മനഃപൂർവ്വം കയറി ഇടം പിടിച്ചിരിക്കുന്ന ഈ കൊമ്പാണ് നിനക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത്. അവിടെ ഇരുന്നാലാണ് നിനക്ക് ഗുണം വരുന്നത്. നിൻ്റെ കണക്കൂട്ടലനുസരിച്ച് കൂടുതൽ ലാഭവും പ്രയോജനവും അഡ്വാൻറ്റേജും ഇതുകൊണ്ടാണ് എന്ന് നീ ധരിച്ചിരിക്കുമ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങൾ, നിതാന്തമായ സത്യങ്ങൾ നിനക്ക് അല്പമെങ്കിലും അറിയാമെങ്കിൽ നീ തിരിച്ചറിയും, ഈ കൊമ്പിൽ ഇരിക്കുന്നതാണ് നിൻ്റെ ശാപം. ഇതിൽ നിന്ന് ഒന്ന് ഇറങ്ങി വന്നിട്ട് ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ നിനക്ക് ആവശ്യമുണ്ട്. ആ ആവശ്യത്തെ നിറവേറ്റുവാനുള്ള വഴി ഞാനാണ് എന്നാണ് യേശു അവനോട് പറയുന്നത്. അതുപോലെ തന്നെ ബോബി ചെമ്മന്നൂരും അവൻ അറിഞ്ഞോ അറിയാതെയോ വളരെ തത്രപ്പെട്ട് കഴിഞ്ഞ അനേക വർഷങ്ങളിലായി വലിഞ്ഞു കയറി ഇരിക്കുന്ന ഒരു കാട്ടത്തിയുടെ കൊമ്പുണ്ട്. ആ കൊമ്പിൽ ഇരുന്നത് വിരാജിക്കുന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്നോ നേട്ടമെന്നോ ബോബി ചെമ്മന്നൂർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നാളിതുവരെ ഈ തെറ്റിദ്ധാരണയിൽ മുറ്റി നിൽക്കുന്നൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ബോബി ചെമ്മന്നൂർ സ്വപ്നത്തിൽ പോലും എന്താ പറയുന്നത്, ഇംഗ്ലീഷിൽ നൈറ്റ് മെയർ, ദുസ്വപ്നത്തിൽ പോലും വിഭാവന ചെയ്യാത്തൊരു കാര്യമാണ് അദ്ദേഹം ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട് 3 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. അത് സംഭവിച്ചു. അപ്പോൾ ഇതുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, താൻ ഇതുവരെ കയറിയിരുന്ന കൊമ്പിൽ തുടരുന്നത് ശരിയല്ല. അവിടെ നിന്ന് താഴോട്ട് വന്ന ശേഷം പുതിയ ഒരു ജീവിതം ആരംഭിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് ബോബി ചെമ്മന്നൂരിൻ്റെ മാത്രം ആവശ്യമല്ല, എല്ലാവരുടെയും ആവശ്യമാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ആവശ്യം ഇതാണ്. നാം ഓരോരുത്തരും നമ്മുടേതായ ചില കൊമ്പുകളിൽ കയറിയിരിക്കുകയാണ്.
ബോബി ചെമ്മന്നൂരിന് ഉയരമുള്ള കൊമ്പിൽ കയറാനൊത്തു. നമുക്ക് അത്രയും കയറാനുള്ള വൈദഗ്ധ്യമില്ലാത്തതുകൊണ്ട് നാം താഴെ എവിടെയോ ഒരു ചെറിയ ചില്ലിക്കമ്പിൽ കയറിയിരിക്കുന്നു. ഈ വ്യത്യാസം ഒന്ന് മാറ്റിവെച്ചാൽ എല്ലാവരും അവരുടേതായ കൊമ്പിൽ കയറിയിരിക്കുന്നു. കൊമ്പിൽ നിന്ന് ഇറങ്ങുവാൻ ആർക്കും മനസ്സില്ല. അങ്ങനെ ചെറിയ കൊമ്പിൽ കയറിയിരിക്കുന്നവർ വലിയ കൊമ്പിൽ കയറിയിരിക്കുന്ന ബോബി ചെമ്മന്നൂരിനെ നോക്കി പല്ലിളിക്കുന്നു. ഇതാണ് കേരളത്തിൻ്റെ ധാർമ്മിക ബോധം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ബോബി ചെമ്മന്നൂരിനെ ഞാൻ ന്യായീകരിക്കുകയല്ല. അവൻ കയറിയിരിക്കുന്ന കൊമ്പാണ് അവൻ്റെ അപകടം എന്നത് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ആ കൊമ്പിൽ നിന്ന് ഇറങ്ങിയ ശേഷം മറ്റൊരു പുതിയ ആരംഭത്തിലേക്ക് പ്രവേശിക്കുവാൻ ബോബി ചെമ്മന്നൂരിനിതാ കാലം അതിൻ്റേതായ ഒരു ആഹ്വാനം നൽകിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ താൻ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഈ ഒരു വലിയ വഴിത്തിരിവിൽ കൂടെ ബോബി ചെമ്മന്നൂരിന് ബോച്ചയ്ക്ക് കടന്നു പോകേണ്ടതിന് രണ്ട് സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ അതിനെ രണ്ട് വിധത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അയാൾ വഷളനായി ജീവിച്ചു, അതുകൊണ്ട് ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും, കുടിക്കട്ടെ, അല്ലെങ്കിൽ എന്നാ അനുഭവിച്ചു എന്ന് പറഞ്ഞ് നമുക്കിതിനെ തള്ളാം. അല്ല, ഞാനിപ്പോൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഇത് ബോബി ചെമ്മന്നൂരിൻ്റെ ജീവിതത്തിൽ, ബോച്ചയുടെ ജീവിതത്തിൽ ഒരു സുപ്രധാനമായ അർത്ഥവത്തായ ഒരു വഴിത്തിരിവാണ്. മാറ്റം തൻ്റെ ജീവിത ദർശനത്തിൽ, താൻ അവലംബിച്ചിരിക്കുന്ന മാർഗത്തിൽ, താൻ ഓടുന്ന ലക്ഷ്യങ്ങളിൽ കാതലായ വിപ്ലവാത്മകമായ സമൂലമായ പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് അദ്ദേഹത്തെ കാലം അതിൻ്റേതായ ഭാഷയിൽ അറിയിക്കുന്ന ഒരു ഘട്ടമായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സക്കായിയുടെ ഒരു ഉദാഹരണം ഇതിനോട് അനുബന്ധിച്ച് ഉദ്ധരിക്കുന്നത്. നാം ഓരോരുത്തരും നമ്മുടേതായ ധാരണകൾ വെച്ച് പുലർത്തി മുമ്പോട്ട് പോകുന്നവരാണ്. യേശു പറഞ്ഞു, ലോകത്തിൽ എല്ലാവർക്കും രണ്ട് വഴികൾ ഉണ്ട്. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വിശാലമായ വഴിയുണ്ട്, ഇടുങ്ങിയ വഴിയുണ്ട്. ബോബി ചെമ്മന്നൂർ നാളിതുവരെ ലോകത്തിലുള്ള എല്ലാവരും കാംക്ഷിക്കുന്ന വിശാലമായ വഴിയിൽ കൂടെ വളരെ വിദഗ്ധമായി, വളരെ സന്തോഷത്തോടെ എല്ലാവരുടെയും, പല ആളുകളുടെയും കയ്യടി വാങ്ങി മുൻപോട്ട് പോയിക്കൊണ്ടേ ഇരുന്ന ഒരു വ്യക്തിത്വമാണ്. ആ വിശാലമായ വഴിയിൽ നിന്ന് മാറി ഇടുങ്ങിയ വഴിയിൽ കൂടെ ഇനിയും അദ്ദേഹത്തിന് സഞ്ചരിക്കുവാൻ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു വെളിപ്പെടുത്തലായിട്ടാണ് ഞാൻ ഈ സംഭവത്തെ മനസ്സിലാക്കുന്നത്. അപ്രകാരം തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ കാതലായ പരിജ്ഞാനത്തിലേക്ക് നമ്മുടെ മുഖം തിരിക്കുന്നതിന് കാലം നൽകുന്ന, ദൈവം നൽകുന്ന ആഹ്വാനമായിട്ടാണ് ജീവിതത്തിൽ എപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അന്വർത്ഥമാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. അങ്ങനെ സക്കായുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ട് നമുക്കറിയാം, അന്നുവരെ യേശുവിനെ കണ്ടെത്തി അവൻ്റെ ജീവിതത്തിൽ പുതിയൊരു ദിശാബോധം പ്രാപിക്കുന്നത് വരെ പണം സമ്പാദിക്കുന്നതിലും അതിന് ഏത് മാർഗം സ്വീകരിക്കുന്നതും നല്ലതാണ് എന്ന് വിശ്വസിക്കുന്നതിലുമായിരുന്നു സക്കായുടെ ഹൃദയം പതിഞ്ഞിരുന്നത് എങ്കിൽ ആ നിമിഷം മുതൽ അവൻ പുതിയൊരു ദർശനം പ്രാപിക്കുകയും അതുകൊണ്ട് പുതിയൊരു വ്യക്തിത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്നതാണ് ആ സംഭവത്തിൻ്റെ ഉള്ളടക്കം. ഞാനത് കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ സംഭവം, നമ്മുടെ ചിന്താവിഷയം ബോച്ചയും ബൈബിളും എന്നാണ്. ഞാൻ എന്നൊരിക്കൽ കൂടെ എന്നെയും നമ്മളെവരെയും ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ അന്വേഷണത്തിൻ്റെ രണ്ടാമത്തെ സംഭവം പഴയ നിയമത്തിൽ നിന്നാണ്. പഴയ നിയമത്തിൽ ഒരു പുസ്തകമുണ്ട്, അതിൻ്റെ പേര് യോനയുടെ പുസ്തകം എന്നാണ്, ദ ബുക്ക് ഓഫ് ജോന. അതിൽ വളരെ വളരെ പ്രതീകാത്മകമായ ഒരു സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിനവേക്ക് പോകേണ്ടിയിരുന്ന യോന ഒരു പ്രവാചകനാണ്. നിനവയിലെ ആളുകളോട് ദൈവികമായ കാര്യങ്ങൾ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കേണ്ടതിന് നിയോഗിക്കപ്പെട്ട യോന ദൈവത്തെ അനുസരിക്കുന്നു എന്ന പ്രഹസനത്തിൽ അവൻ തർശീശിലോട്ട്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകുന്ന കപ്പലിൽ കയറി സസുഖം യാത്ര തുടർന്നുകൊണ്ടേയിരുന്നപ്പോൾ ആ കടലിളകി മറിയുകയും അവൻ സഞ്ചരിച്ച കപ്പൽ
തകർന്നു പോയി, അവരെല്ലാം മുങ്ങി മരിച്ചു പോകും എന്ന നിലയിലേക്ക് വന്ന സാഹചര്യത്തിൽ യോന അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ വലിച്ച് ഈ അലറുന്ന കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അങ്ങനെ അവർ എറിയുകയും യോനായ ഒരു തിമിംഗലം വിഴുങ്ങുകയും തിമിംഗലത്തിൻ്റെ വയറ്റിൽ യോന 3 ദിവസം, ശ്രദ്ധിക്കണം, 3 ദിവസം വളരെ അരിഷ്ടതാവസ്ഥയിൽ കിടന്ന് അവൻ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുകയും അങ്ങനെ യഥാർത്ഥത്തിൽ അവൻ്റെ ഉള്ളിൽ ഒരു മനം മാറ്റം അല്ലെങ്കിൽ ഒരു മാനസാന്തരമുണ്ടായി. അതുകൊണ്ട് ദൈവം തിമിംഗലത്തോട് കൽപ്പിച്ചിട്ട് തിമിംഗലം യോനയെ നിനവയുടെ മണ്ണിൽ, നിനവയുടെ കരയിൽ ഛർദ്ദിക്കുകയും ചെയ്തു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവന് കൽപ്പിക്കപ്പെട്ട ദൗത്യം നിർവഹിച്ചു. അതുകൊണ്ട് യോനയിലെ പതിനായിരക്കണക്കിന് ആളുകൾ രക്ഷിക്കപ്പെട്ടു. അവർക്ക് വരാമായിരുന്ന വലിയ അപകടം ഒഴിവാക്കപ്പെട്ടു എന്നാണ് ആ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, യോന 3 ദിവസം ഈ തിമിംഗലത്തിൻ്റെ വയറ്റിലായിരുന്നു. ഇതിനെപ്പറ്റി ഞാൻ പണ്ട് വായിച്ച മനോഹരമായൊരു പുസ്തകത്തിൽ ഒരു ചാപ്റ്ററുണ്ട്. പുസ്തകം എഴുതിയിരിക്കുന്നത് ആർതർ കോസ്റ്റ്ലർ, KOESTLER, കോസ്റ്റ്ലർ എന്ന എഴുത്തുകാരൻ. എനിക്ക് വളരെ താല്പര്യമുള്ളൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പല കൃതികളും വായിക്കുവാനും അതിൻ്റെ വലിയ വലിയ ആശയങ്ങൾ മനസ്സിലാക്കുവാനും ഇടയായത് എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ആർതർ കോസ്റ്റ്ലർ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ദി ആർട്ട് ഓഫ് ക്രിയേഷൻ എന്നാണ്. അതിൻ്റെ ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ് ഇൻസൈഡ് ദ വെയിൽസ് ബെല്ലി, തിമിംഗലത്തിൻ്റെ വയറ്റിനകത്തായാൽ എന്നാണ് ആ ചാപ്റ്ററിൻ്റെ, ആ അധ്യായത്തിൻ്റെ ശീർഷകം. അത് മോശയുടെ ഉദാഹരണത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കി അദ്ദേഹം എഴുതുന്ന ഒരു അധ്യായമാണ്. അവിടെ എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നത്, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ തിമിംഗലത്തിൻ്റെ വയറ്റിൽ ആയിപ്പോകുന്ന ഒരനുഭവത്തിൽ കൂടെയെങ്കിലും കടന്നു പോകേണ്ടി വരും. ആ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, തിമിംഗലത്തിൻ്റെ വയറ്റിലായാൽ അവിടെ മുഴുവൻ അന്ധകാരമാണ്, വളരെ വളരെ അരോചകമാണ്, ഒരു വിധത്തിലും സഹിക്കാൻ വയ്യ. എനിക്ക് നാളെ എന്നൊരു ദിവസം ഉണ്ടാകുകയില്ല, എനിക്ക് പ്രത്യാശിക്കാൻ ഒരു വഴിയുമില്ല, ഞാൻ ആകെപ്പാടെ ആത്യന്തികമായി ഗതിമുട്ടിയിരിക്കുന്നു, എനിക്കിനിയും ഒരു ഇഞ്ച് മുൻപോട്ട് പോകാൻ വയ്യ എന്ന അവസ്ഥയിൽ നാം ആയിത്തീരുന്ന അവസ്ഥയാണ് ഇൻസൈഡ് ദ വെയിൽസ് ബെല്ലി, അല്ലെങ്കിൽ തിമിംഗലത്തിൻ്റെ വയറ്റിലായിരിക്കുന്ന അവസ്ഥ എന്ന് ആർതർ കോസ്റ്റ്ലർ വിവക്ഷിക്കുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അത് വളരെ ശരിയാണ്. ഇത് പ്രതീകാത്മകമായ ഒരു വെളിപ്പെടുത്തലാണ്. ലോകത്തിലെല്ലാ മനുഷ്യരും ഇപ്രകാരമുള്ള ഒരു അനുഭവത്തിൽ കൂടെങ്കിലും കടന്നു പോകേണ്ടി വരും. ആ അവസരത്തിൽ 2 സാധ്യതകളുണ്ട്. ഒന്ന്, നാം ഇതുവരെ നടന്നു വന്ന വഴി, ഇതുവരെ വെച്ചു പുലർത്തിയ സങ്കല്പങ്ങൾ, ഇതുവരെ അനുധാവനം ചെയ്ത ലക്ഷ്യങ്ങൾ, നാം എന്തിനു വേണ്ടി ജീവിക്കുന്നു, എവിടേക്ക് പോകുന്നു, നാം എപ്രകാരമായിരിക്കുന്നു, നാം ആരാണെന്ന് നമ്മെ തന്നെ ധരിക്കുന്നു, ജീവിതം എന്താണെന്നും ജനനം എന്താണെന്നും മരണം എന്താണെന്നും നിത്യത എന്താണെന്നും ഇങ്ങനെയുള്ള ധാരണകൾ, അവയ്ക്ക് നാം കൊടുക്കുന്ന വിലകൾ, ഇവിടെ ആകത്തുകയാണ് നമ്മുടെ വ്യക്തിത്വം. അതിനെ സമൂലം പുനരവലോകനം ചെയ്യുന്ന, ഏകാന്തതയിൽ ലോകത്തിലൊരു വ്യക്തിയുടെയും സാന്നിധ്യം പ്രസക്തമല്ലാത്ത വിധത്തിൽ, ആർക്കും നമ്മെ സഹായിക്കാൻ വയ്യാത്ത വിധത്തിൽ സംഗതികൾ നമ്മുടെ കയ്യിൽ നിന്ന് 100% പിടിവിട്ടുപോയി, ഞാൻ തികച്ചും നിസ്സഹായനാണ്, എനിക്ക് ഇനി ദൈവം മാത്രം അഭയം എന്ന ആ അവസ്ഥയിൽ ആയിരുന്നിട്ട് മനുഷ്യൻ അതുവരെ അവലംബിച്ച ധാരണകൾ, പിന്തുടർന്ന ലക്ഷ്യങ്ങൾ, വെച്ചു പുലർത്തിയ സങ്കല്പങ്ങൾ, ഇവയെല്ലാറ്റിനെയും സമൂലമായി പുനരവലോകനം ചെയ്യുന്ന ഒരു അവസ്ഥ. അങ്ങനെ പുനരവലോകനം ചെയ്യുമ്പോൾ ഇതുവരെ വന്ന വഴി തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ഒരു പുതിയ വഴിയിലേക്ക് മാറുവാൻ തനിക്ക് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി യഥാർത്ഥത്തിൽ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് അവനൊരു പുതിയ ലോകത്തിലേക്ക് വീണ്ടും പിറന്നു വീഴുന്നു എന്നതാണ് ഈ
തിമിംഗലത്തിൻ്റെ വയറ്റിൽ 3 ദിവസം കഴിഞ്ഞ ശേഷം നിനവയുടെ കരയിൽ തിമിംഗലം അദ്ദേഹത്തെ ഛർദ്ദിച്ചു വെച്ചു എന്ന് പറയുന്നത് അത് പ്രതീകാത്മകമായ അവതരണമാണെന്നാണ് ആർതർ കോസ്ലർ പറയുന്നത്. അതാണ് അതിൻ്റെ അർത്ഥമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള യഥാർത്ഥത്തിൽ യേശു നിക്കോദീമോസിനോട് പറയുന്ന കാര്യം, അതായത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. പഴയ നിയമത്തിൽ വീണ്ടും ജനനം എന്നാൽ എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമാണ് യോനയുടെ അനുഭവം. അതായത് തിമിംഗലത്തിൻ്റെ വയറ്റിലായി പോകുന്ന യോനയുടെ അനുഭവം. അവിടെ നിന്ന് ഒരു പുതിയ ലോകത്തിലേക്കാണ് യോന മാറ്റപ്പെടുന്നത്. അവൻ്റെ വ്യക്തിത്വത്തിൽ സമൂലമായ പരിവർത്തനമുണ്ടാകുന്നു. അവൻ്റെ കാഴ്ചപ്പാട്, ജീവിതത്തിൻ്റെ ദിശാബോധം ഇവയൊക്കെയും 100% മാറിമറിയുന്നു. അവനൊരു പുതിയ ആകാശം, പുതിയ ഭൂമി കാണുന്നു. ഈ ഒരു സാധ്യത മനുഷ്യ ജീവിതത്തിലുണ്ട്. എന്നാൽ ആ സാധ്യതയെ നിരാകരിക്കാനും നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അങ്ങനെ നിരാകരിച്ചാൽ നാം പൂർണ്ണ നാശത്തിലേക്ക് പോകുമെന്നും, അല്ല, ഈ ഒരു അനുഭവത്തിൽ കൂടെ നാം തിരിച്ചറിയേണ്ട ജീവിത രൂപാന്തരങ്ങൾ, അവയെ സസന്തോഷം പൂർണ്ണമായി സ്വീകരിക്കുന്നവർ നിത്യജീവനിലേക്കും പ്രവേശിക്കും എന്നതാണ് ഇതിൻ്റെ അർത്ഥമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ബോച്ചയുടെ ജീവിതത്തിലെ ഈ ഒരു ഘട്ടം അവൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിട്ട് കാണുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ബോച്ചയ്ക്ക് അല്പമെങ്കിലും വിവേകമുണ്ട് എങ്കിൽ, ഉണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹമാണ് വെളിപ്പെടുത്തേണ്ടത്. ഈ 3 ദിവസം അദ്ദേഹത്തിന് ജയിലിൽ വസിക്കുവാനായി ഇതുവരെ തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന ലോകത്തിൽ നിന്ന് തുലവും വ്യത്യസ്തമായ ഒരു ലോകത്തിൽ യോന എപ്രകാരമാണോ തിമിംഗലത്തിൻ്റെ വയറ്റിലായിരുന്നത് അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതമായ ഈ സ്റ്റേറ്റ് എന്ന തിമിംഗലത്തിൻ്റെ വയറ്റിൽ ഹണി റോസിൻ്റെ സഹായത്തോടെ അദ്ദേഹത്തിന് 3 ദിവസം പാർക്കുവാനുള്ള സാവകാശം കിട്ടി. ഈ സമയമൊക്കെയും അദ്ദേഹം യഥാർത്ഥത്തിൽ തൻ്റെ അവസ്ഥയെയും തൻ്റെ വ്യക്തിത്വത്തെയും തൻ്റെ ആഗമനമായ സ്ഥിതിവിശേഷങ്ങളെയും പറ്റി സത്യസന്ധമായി അന്വേഷണ ബുദ്ധിയോടെ പരിഗണിച്ച് കാണും എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് തെളിവൊന്നും എനിക്കില്ല. അങ്ങനെ ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് അധികം താമസിയാതെ തിരിച്ചറിയാം. ഈ സംഭവത്തിൽ കൂടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയിൽ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സംസ്കാരത്തിൽ ഗണ്യമായ മാറ്റം വന്നില്ല എങ്കിൽ ഈ അനുഭവത്തിൽ കൊണ്ട് അദ്ദേഹം ഒന്നും പഠിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്രകാരമുള്ള ഒരു ദുരന്തമുണ്ടായത് നല്ലതാണ് എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടി വരും. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എനിക്ക് ഏവരോടും പറയാനുള്ളത്, നമ്മുടെ ധർമ്മം ബോച്ചയെ പോലെയുള്ള ഒരാളെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള അനേകരെയോ കുറ്റം വിധിക്കുകയോ അപമാനിക്കുകയോ അല്ലെങ്കിൽ എതിരെ അട്ടഹസിക്കുകയോ ഒന്നുമല്ല. ബോച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ദ്വാർത്ഥപ്രയോഗം നടത്തിയതുകൊണ്ട് മറ്റാരുടെയും ആത്മാവ് നശിച്ചു പോകുകയില്ല. എന്നാൽ മറ്റുള്ളവരുടെ ആത്മീയമായ ആരോഗ്യത്തിനും നന്മയ്ക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കാനായി ചുമതല ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തികൾ ബോച്ചയെപ്പോലെ ജീവിച്ചാൽ അവരെ നമുക്ക് നിശ്ചിതമായി വിമർശിക്കേണ്ടി വരും. ഇതാണ് വ്യത്യാസം. ബോച്ചെ ഒരു സ്വകാര്യ വ്യക്തിയാണ്. ഈസ് എ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. അവൻ്റെ ജീവിതം കൊണ്ട് മറ്റാർക്കും വലിയ കെടുതി ഉണ്ടാകണമെന്നില്ല. അതേസമയം ധാർമ്മികമായ മാർഗത്തിൽ, ദൈവികമായ വിധത്തിൽ മനുഷ്യർ ജീവിക്കണം എന്ന് അവരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം നിയമിച്ചാക്കിയിരിക്കുന്ന ആളുകൾ ആ വഴി വിട്ട് സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് അത് നിശ്ചയമായും സന്ധിയില്ലാത്ത സമരമെന്ന പോലെ അതിനെ എതിർക്കേണ്ടി വരും. ഇങ്ങനെയുള്ള വ്യക്തിപരമായ സാഹചര്യങ്ങളിൽ, സംഭവങ്ങളിൽ എൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. ഞാൻ പറയുന്നത് ബോച്ചയുടെ അനുഭവം നമ്മളുടെ എല്ലാവരുടെയും അനുഭവമാണ്. നമ്മൾ ബോച്ചയെപ്പോലെ ധനാഢ്യരല്ല. അതുകൊണ്ട് ബോച്ചയുടെ സ്റ്റേജിൽ നാം ആകുന്നില്ല, ബോച്ചയുടെ തോതിൽ നാം പെട്ടുപോകുന്നില്ല. എന്നാൽ ആ അവസ്ഥയിൽ പ്രവർത്തിക്കുന്ന മർമ്മം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നാം സഞ്ചരിക്കേണ്ട വഴിയല്ല നാം സഞ്ചരിക്കുന്നത്. നാം പ്രാപിക്കേണ്ട വ്യക്തിത്വത്തിലല്ല നാം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്.
നമ്മുടെ അവസ്ഥയിൽ ഗണ്യമായ മാറ്റം വരേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ മാറ്റങ്ങൾ സ്വീകരിക്കാൻ മനസ്സില്ലാത്തവരാണ്. അങ്ങനെയുള്ളവരെന്ത് ചെയ്യും? തങ്ങൾ നല്ലവരാണ് എന്ന് കാണിക്കേണ്ടതിന് തങ്ങളെപ്പോലെ തന്നെ പ്രവർത്തിക്കുന്ന ആളുകളെ ശിക്ഷിക്കണം, അവനെ കൊന്നുകളയുക, അവനെ ക്രൂശിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ മാന്യത കാണിക്കുന്നതിന്, മാറ്റങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം എനിക്ക് ആകെപ്പാടെ സ്വീകാര്യമായത് എന്നെപ്പോലെ തന്നെ ജീവിക്കുന്ന, എന്നാൽ എന്നേക്കാൾ കുറച്ചുകൂടെ വിജയശ്രീയിൽ ലാളിതനായ ഞാൻ സഞ്ചരിക്കുന്ന വഴിയെ തന്നെ നടക്കുന്ന ആളിനെ കല്ലെറിഞ്ഞാൽ ഞാനൊരു സന്മാർഗിയാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കി വെക്കാൻ സാധിക്കും. ഇതാണ് ഇന്നത്തെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഈ മനഃശാസ്ത്രം എനിക്കും ബാധകമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നവനാണ്. ഞാൻ ചുമ്മാതെ പറയുന്നതല്ല, ഇതെനിക്കും ബാധകമാണ്. ഞാനും ഇതേ അവസ്ഥയിലാണോ എന്ന് നിരന്തരം എൻ്റെ മനസ്സാക്ഷിയോട് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന വ്യക്തി തന്നെയാണ്. അതുകൊണ്ടാണ് അനുഭവത്തിൽ കൂടെ ചില കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞ് അവയെ പ്രതിപാദിക്കുവാൻ എനിക്ക് ഇടയാകുന്നത് എന്ന സമയത്ത് ഞാൻ സൂചിപ്പിക്കട്ടെ. അതുകൊണ്ട് ഇത് ബോച്ചയുടെ ജീവിതത്തിൽ അർത്ഥവത്തായ ഒരു വഴിത്തിരിവാകട്ടെ. അങ്ങനെയെങ്കിൽ താൻ കടന്നുപോയ ഈ നാണക്കേട് നിറഞ്ഞു നിൽക്കുന്ന ഈ അവസ്ഥ, ഒരു ധനാഢ്യനായ മനുഷ്യൻ ലോകത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ അസൂയാർഹമായ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നൊരു മനുഷ്യൻ, സ്വന്തമായ ഭാര്യയും കുടുംബവും ഒക്കെ ഉള്ളൊരു മനുഷ്യൻ, ചാർച്ചക്കാരുണ്ട്, സുഹൃത്ത് വലയങ്ങളുണ്ട്, പൊതുജനത്തിൻ്റെ ശ്രദ്ധ തന്നിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിക്ക് ഇപ്രകാരമുള്ള അപമാനം പുളിച്ചു തികട്ടുന്ന അനുഭവത്തിൽ കൂടെ 3 ദിവസങ്ങൾ കഴിയേണ്ടി വരുന്നത് ഒരു ചെറിയ സംഭവമൊന്നുമല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല പ്രശ്നം. എൻ്റെ ചോദ്യം ഇതാണ്: ഈ അനുഭവത്തിൽ കൂടെ അദ്ദേഹം കൂടുതൽ പക്വതയുള്ളവനായി ഈ പരാജയത്തെ വിജയമാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഇറങ്ങി വരുമോ? ഒരു പുതിയ ജീവിതം ആരംഭിക്കുമോ? അതിൽ കൂടെ അദ്ദേഹവും അനേകരും ചില അടിസ്ഥാന തത്വങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന ഭാഗ്യം കേരളത്തിന് കൈവരുമോ? അത് മാത്രമാണ് എൻ്റെ ചിന്ത. എന്നാൽ അതിൽ നിന്ന് ചിന്ത തിരിച്ച് കോടതിയായി, കോലാഹലമായി, സാംസ്കാരികമായ പരാമർശങ്ങളായി, വിവാദങ്ങളായി, ബോച്ചയാണോ ശരി, ഹണി റോസ് ആണോ ശരി, ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ബോച്ചയും ഹണി റോസും ഒരേ നാണയത്തിൻ്റെ 2 മുഖങ്ങൾ മാത്രമാണ്. ഈ സംഭവത്തിൻ്റെ 2 കൈകളാണ് അല്ലെങ്കിൽ കാലുകളാണ് ബോച്ചയും ഹണി റോസും. 2 പേരും യഥാർത്ഥത്തിൽ അവർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന മാർഗം ശരിയാണോ അല്ലയോ എന്ന് സത്യസന്ധമായി ഒന്ന് പുനരവലോകനം ചെയ്യേണ്ട അത്യാവശ്യമുള്ളവരാണ്. എന്നാൽ ഹണി റോസിനേക്കാൾ ആ നിർബന്ധം ബോച്ചയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. കാരണം ഹണി റോസ് സമൂഹത്തിൻ്റെ കൈയടി വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോച്ചെ അപമാനത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിടപ്പെടുകയും അവൻ അർഹിക്കുന്നോ ഇല്ലയോ എന്നുള്ളതിൻ്റെ പ്രശ്നമല്ല, അതവൻ്റെ അവസ്ഥയാണ്, സംശയിക്കേണ്ട. ഇപ്രകാരം ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവനും ശ്രദ്ധയുടെ കേന്ദ്രമായി നിന്നുകൊണ്ട് തടങ്കലിലേക്ക് പോകുക, അതും ഇങ്ങനെയുള്ള ആരോപണത്തിൽ, അത് വഹിക്കാനാവാത്ത നാണക്കേടാണ്. അത് തിരുമിങ്ങലത്തിൻ്റെ വയറ്റിലേക്ക് പോകുന്നതിന് സമാനമാണ്. ഈ ഒരു അനുഭവം പാഴായി പോകാതിരിക്കത്തക്കവണ്ണം തൻ്റെ അവസ്ഥയുടെ സത്യാവസ്ഥ തിരിച്ചറിയുവാൻ ബോച്ചെ കൂട്ടാക്കണമേ എന്നതാണ് എൻ്റെ ആത്മാവിൻ്റെ പ്രാർത്ഥന. അപ്രകാരം സംഭവിക്കട്ടെ. അതുകൊണ്ട് ഈ സംസ്ഥാനമാകുവാൻ ഇവിടെയുള്ള ജനത മുഴുവനും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന നാം പരക്കെ സമ്മതിക്കാത്ത പല നീചമായ ധാരണകളും അഭിരുചികളുമുണ്ട്. വളരെ നീചമായ അഭിരുചികളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. അവയെ സത്യസന്ധമായൊന്ന് വിലയിരുത്തുവാൻ, കൊള്ളാത്തതിനെ തള്ളിക്കളയുവാൻ, മേന്മയാവസ്ഥ പ്രാപിക്കുവാൻ ഈ സംസ്ഥാനത്തിൽ വസിക്കുന്ന ഏവർക്കും വഴിയൊരുക്കുന്ന ഒരു സംഭവമായത് പരിണമിക്കട്ടെ.
എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ കാഴ്ചപ്പാടിൽ സമകാലീന സംഭവങ്ങൾ പരിഗണിച്ചാൽ നിലവിലിരിക്കുന്ന സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് സ്വീകരിപ്പാനും അതുകൊണ്ട് പുതിയ സാധ്യതകൾ സമകാലീന സംഭവങ്ങളിൽ തിരിച്ചറിയുവാനും നമുക്കേവർക്കും സാധിക്കും. അതിൻ്റെ ഒരു ഇലസ്ട്രേഷൻ അല്ലെങ്കിൽ ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്നും കൂടെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരിക്കൽ കൂടെ ഏവർക്കും, പ്രത്യേകിച്ച് ബോച്ചയ്ക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഹണി റോസിനെ മറക്കുന്നില്ല കേട്ടോ. ജയ് ഹിന്ദ്.